ഫ്രണ്ട്സ്, അങ്ങനെ ഷേഡിയുടെ ഫസ്റ്റ് പ്രസവം, ഫസ്റ്റ് കുഞ്ഞാണ് ഈ കാണുന്നത്. ഷേഡി എൻ്റെ 3 വയസ്സുള്ള GSD ആണ്. അവളുടെ ഫുഡ് ഡെലിവറി ചെയ്ത് ഫുൾ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് തൊട്ട് എല്ലാവർക്കും കാണിക്കണം എന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഞാനും കുറേ ഇതൊക്കെ നോക്കിയായിരുന്നു റെഫറൻസിന് വേണ്ടിയിട്ട്. പക്ഷേ ഫുൾ ലെങ്ത് വീഡിയോ എനിക്ക് ഒരിടത്തുനിന്നും കിട്ടിയില്ല. ഭയങ്കര റെയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതും മോസ്റ്റ്ലി നമ്മളുടെ പുറത്തുള്ള യൂറോപ്യൻ സൈഡിൽ, യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ളത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് വേറെ ആയിരുന്നു. ഞാനപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഹോവർ ഹിയർ ഇറ്റ് ഈസ് ഷേഡീസ് ഫസ്റ്റ് ലിറ്റർ. നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ തന്നെ ആക്ച്വലി ഷീ സ്റ്റാർട്ടഡ് ഗിവിങ് ബർത്ത്. മോസ്റ്റ്ലി ഡോഗ്സ് അങ്ങനെ ചെയ്യാനേ പ്രിഫർ ചെയ്യത്തുള്ളൂ. ആരും ഇല്ലാത്ത സമയത്ത് നോക്കി ഡെലിവറി ചെയ്യാനായിട്ട് അവർ ചില സമയത്ത് വെയിറ്റും ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും അത് തന്നെ നടന്നു. നമ്മളില്ലാതിരുന്ന സമയത്ത് അവൾ ഡെലിവറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഒരു കുഞ്ഞ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിപ്പോൾ തന്നെ നമ്മൾ കണ്ടു. എനിവേസ് അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിൽ വന്നു, അവളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എല്ലാം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടായി. നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ചിരുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് എന്തൊക്കെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു 60 വാട്ട് അല്ലെങ്കിൽ ഒരു 40 വാട്ടാണ് പ്രിഫറബിൾ. 40 വാട്ട് ലൈറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 60 വാട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, അത് കുറച്ച് ഡിസ്റ്റൻസ് പൊക്കി വെച്ചിട്ട് എടുത്താൽ മതി. ന്യൂസ് പേപ്പറെല്ലാം കീറി ഇങ്ങനെ കുഞ്ഞിന് വാംത്ത് കിട്ടാനായിട്ട് ഒരു ബാസ്ക്കറ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കാർഡ് ബോർഡ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട്, നമ്മൾ ആക്ച്വലി ഇത് ഭയങ്കര സർപ്രൈസ് എലമെൻ്റ് ആയിപ്പോയി. ഇത് ശരിക്കും ഒരു കേജ് പോലെ, ഒരു കൂട് പോലെ ഇങ്ങനെ ഒരു കാർഡ് ബോർഡ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ച് ഫാർ ബെറ്റർ. ഒരു നോസ് ഒക്കെ ഇത് മേടിച്ച് വെക്കുക. ഇൻ കേസ് കുഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഷേഡി കുഴപ്പമില്ല. ഷേഡി കുഞ്ഞിനെ ഫുള്ളായിട്ട് നക്കി ക്ലീൻ ചെയ്ത് ബാഗെല്ലാം ക്ലിയർ ചെയ്ത് ഈവൻ അമ്പലിക്കൽ കോഡെല്ലാം തന്നെ അവൾ കട്ട് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ സിസേഴ്സ്, പിന്നെ ഒരു നൂല്, പിന്നെ ഈ നോസ് ക്ലീനർ. ഇത് ജസ്റ്റ് വെറ്റ് വൈപ്സ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. സോ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഷേഡി ഇപ്പോൾ ഭയങ്കര കോപ്പറേറ്റീവാണ്. അവളെ ഇത്രയും നാൾ അറിയുന്ന എല്ലാവരെയും ആക്ച്വലി അവൾ അടുത്ത് വരാനും തൊടാനും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡോഗ്സും ഇങ്ങനെ അലോ ചെയ്യണമെന്നില്ല. ഇവൾക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 1/2 ലിറ്റർ പാൽ കുറച്ച് ചെറിയ ചൂടോടെ ചൂടാക്കി ഗ്ലൂക്കോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ പപ്പ് പറഞ്ഞതിനിടയ്ക്കും ഒരു 1/2 hour to 1 hour ഗ്യാപ്പ് വരും എന്നാണ് നമ്മൾ യൂട്യൂബിലും നമ്മളുടെ വെറ്റും ഒക്കെ പറഞ്ഞത്. സോ നമ്മൾ അതിനനുസരിച്ച് വി ആർ ഓൾസോ വെയിറ്റിംഗ്. ഇപ്പോൾ അവൾ അറൗണ്ട് ഒരു 11:30 11:15 ഫസ്റ്റ് പപ്പീനെ കൊട്ടാന്നുണ്ട്. ഇപ്പം 12 മണിയായി. ഫസ്റ്റ് പപ്പി ഈസ് ഹെൽത്തി, ബ്രീത് ചെയ്യുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.